എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഓൺലൈൻ യോഗം വിളിച്ചുകൊണ്ട് കൗൺസിൽ പാസാക്കിയിട്ടുള്ളതാണ്. ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ചെങ്ങന്നൂർ നഗരസഭയിലെ ഒരു ജീവനക്കാരനോ സർക്കാരിനോ ഒരു കൗൺസിലർക്കോ സാധിക്കാത്ത വിധം കോവിഡ് സമയത്ത് അതിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഓൺലൈൻ യോഗം വിളിച്ചിട്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ ഈ നഗരസഭ അംഗീകരിച്ചത്. ചെങ്ങന്നൂരിന്റെ വികസനത്തിന് വേണ്ടി 400 കോടി രൂപ ലഭിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെങ്ങന്നൂർ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചെങ്ങന്നൂരിന്റെ വികസനത്തെ BJP എതിർക്കുന്നില്ല. ചെങ്ങന്നൂരിന്റെ വികസനം നടക്കണമെന്നാണ് BJPയുടെ ആഗ്രഹം. പക്ഷേ ഈ വികസനത്തിന്റെ മറവിൽ ചെങ്ങന്നൂരിന്റെ നഗരസഭയിലെ 27 വാർഡുകളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ ധാരാളം ക്രമക്കേടുകൾ ഈ മാസ്റ്റർ പ്ലാനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് തന്നെ BJP നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ഇവിടുത്തെ കൗൺസിലർമാർ BJPയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി നഗരസഭാ ഓഫീസിൽ നടന്നു. ഇവിടുത്തെ ചെയർപേഴ്സണെ ഉപരോധിച്ചുകൊണ്ട് BJP സമരങ്ങൾ നടത്തി. ഈ സമരങ്ങൾ നടത്തി BJP ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ വേണ്ടി ഈ നഗരസഭയും സർക്കാരും ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നിരന്തര സമരം നടത്തിയ സമയത്ത് ഇവിടുത്തെ മന്ത്രി MLA അന്ന് പറഞ്ഞു, ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയം എനിക്കറിവുള്ള കാര്യമല്ല. ഈ നഗരസഭ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ നഗരസഭയിൽ പാസാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ആര് കൊണ്ടുവന്നതാണെന്ന് അന്നത്തെ സജി ചെറിയാൻ മന്ത്രി ഇവിടെ പറയുകയുണ്ടായി. നാമെല്ലാം മാധ്യമങ്ങൾ കൂടി അത് ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചുകൊണ്ട് സർവകക്ഷി യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി. അതിനുശേഷം ഇവിടുത്തെ കൗൺസിലർമാരെ വിളിച്ചുകൊണ്ട് യോഗങ്ങൾ കൂടി. ആ യോഗങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നഗരസഭയിലെ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ അടക്കം വൈസ് ചെയർമാൻ അടക്കം അന്ന് തിരുവനന്തപുരത്ത് MP രാജേഷിന്റെ ഓഫീസിൽ കൂടിക്കൊണ്ട് സജി ചെറിയാന്റെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഈ മാസ്റ്റർ പ്ലാനിൽ വരുത്തുവാൻ വേണ്ടി തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് ഇവര് അപ്പനും സുഭദ്രയും കളിക്കുന്ന രീതിയിൽ ഇവരൊന്നിച്ചു കൂടിക്കൊണ്ട് ഒരു യോഗം കൂടിക്കൊണ്ട് ആ തീരുമാനം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ സമയത്ത് മന്ത്രി അടക്കമുള്ള ഇവിടുത്തെ കൗൺസിലർമാരോട് ഇവിടുത്തെ നഗരസഭ ചെയർമാനും ചെയർപേഴ്സണുമൊക്കെ പറഞ്ഞതെന്താണ്? ഈ വിഷയങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ശൗചാലയം പണിയണമെങ്കിൽ ഈ നഗരസഭാ ഓഫീസിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ കയറിയിറങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഒരു ബിൽഡിംഗ് കെട്ടുവാൻ വേണ്ടി സാധിക്കത്തില്ല. നമുക്കറിയാം 2018 ഒരു മനുഷ്യനിർമ്മിത പ്രളയമാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ മനുഷ്യ പ്രളയം നിർമ്മിതമായിട്ടുള്ള ആ പ്രളയത്തിന്റെ പേരിൽ ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളെ വെള്ളം കയറുന്ന പ്രദേശങ്ങളെ തരം തിരിച്ചിരിക്കുകയാണ് സർക്കാർ. ഹൈറിസ്ക് മേഖലയായിട്ട് പല മേഖലകളെയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വസ്തുവിലുള്ള ജ്ഞാനോച്ചയുടെ വീട് ഹൈറിസ്ക് മേഖലയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആ വസ്തുവിൽ തന്നെയുള്ള വത്സരച്ചേച്ചിയുടെ വീട് ആ ഹൈറിസ്ക് മേഖലയിൽ പെടുന്നില്ല. ഒരു റോഡിൽ കൂടി പോകുമ്പോൾ ആ റോഡിന്റെ ഒരു വശം ഹൈറിസ്ക് ആണെങ്കിൽ തൊട്ടപ്പുറത്തെ പ്രദേശത്തേക്ക് അവിടുന്ന് വെള്ളം കയറത്തില്ലെന്നാണ് ഇവിടെ കണ്ടെത്തലുകൾ. ഇവിടുത്തെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാനിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ആ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളത് ചെങ്ങന്നൂരിലെ പാർക്കിംഗ് സ്ഥലമായി കണ്ടെത്തിയിട്ടുള്ളത് ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് ആ മാസ്റ്റർ പ്ലാനിൽ കണ്ടെത്തിയിട്ടുള്ളത്.
അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസ്റ്റർ പ്ലാൻ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ജനങ്ങളോട് ചർച്ച ചെയ്യാതെ, രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്യാതെ, കൗൺസിലിൽ വ്യക്തമായി ചർച്ച ചെയ്യാതെ, ഈ നാട്ടിലെ ജനപ്രതിനിധികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ചർച്ച ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ. കാരണം എന്താണ്? 400 കോടി മാസ്റ്റർ പ്ലാന്റെ മുന്നിൽ കിട്ടുന്ന സമയത്ത് അതിന്റെ 10ഉം 20ഉം കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള ഈ നഗരസഭയുടെ ഗൂഢമായത് വലിയൊരു ശ്രമമാണ്. അതിന് മന്ത്രിയെ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഈ മാസ്റ്റർ പ്ലാന്റെ പേരിൽ. ഇന്നലെ CPM-ന്റെ ഒരു പ്രസ്താവന, BJP സമരം പ്രഖ്യാപിച്ച സമയത്ത് CPM-ന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. എന്താണ്? കോൺഗ്രസും BJP-യും ചേർന്ന് മന്ത്രിയെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, BJP അല്ല ചെങ്ങന്നൂർ നഗരസഭ ഭരിക്കുന്നത്. BJP ചെങ്ങന്നൂർ നഗരസഭയിലെ പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷമായ BJP ഇവിടുത്തെ പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും 25 ലക്ഷം രൂപ ഈ നഗരസഭയ്ക്ക് ലഭിക്കും. ആ 25 ലക്ഷം രൂപ ഏത് നേരത്തിൽ വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പദ്ധതികളുടെ അവസ്ഥ എന്താണ്? ഈ ചെങ്ങന്നൂർ നഗരസഭയിലെ ഇവിടെയുള്ള റോഡുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ റോഡുകളും പൊട്ടിപ്പൊറിഞ്ഞു കിടക്കുകയാണ്. മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. മാലിന്യവുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭ ഓഫീസിന്റെ ചുറ്റും നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കണം. നമുക്കറിയാം, ഇന്ന് പനി അടക്കമുള്ള മഴക്കാല രോഗങ്ങൾ വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഡെങ്കിപ്പനി, എലിപ്പനി അടക്കം നിരവധി രോഗങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നഗരസഭയുടെ ചുറ്റും നിങ്ങൾ സഞ്ചരിച്ചു നോക്കണം. ഇവിടെ മാലിന്യം മുന്നിൽ കൂടി കിടക്കുകയാണ്. ഓരോ പ്രദേശങ്ങളിലും മാലിന്യത്തിന്റെ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സാധാരണപ്പെട്ട ജനങ്ങൾക്കൊന്ന് വീട് വെക്കാൻ, ശൗചാലയം പണിയാൻ, ഒരു കാർ ഷെഡ് പണിയാൻ വേണ്ടി പോലും ഇന്ന് ഈ നഗരസഭ ഓഫീസിൽ കയറിയിറങ്ങേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് മന്ത്രി അടിയന്തരമായിട്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ മാസ്റ്റർ പ്ലാനിൽ താങ്കളടക്കമുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ പൊളിയാണെന്ന് ഈ കഴിഞ്ഞ വിജ്ഞാപനത്തിലൂടെ മാസ്റ്റർ പ്ലാനിൽ കാണാൻ വേണ്ടി സാധിച്ചു. കഴിഞ്ഞ വിജ്ഞാപനത്തിലെ മാസ്റ്റർ പ്ലാനിൽ എന്താണ്? മഞ്ഞയും കറുപ്പും നീലയും വെള്ളയടങ്ങിയ ഒരു പദ്ധതി എടുത്ത് ഒരു പടം എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടേക്കാണ്. ഇവിടുത്തെ ജനങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ 60 ദിവസത്തിനായി ഇവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. ജനങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അവിടെ മഞ്ഞയും കറുപ്പും വെള്ളയടങ്ങിയ ഒരു പടം. അതിൽ ഏതാണ് ഹൈ റിസ്ക് മേഖല, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്താണെന്ന് അതിൻ്റെ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ ഈ മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഈ നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമമെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് BJP ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് ഇന്ന് സമരത്തിനെത്തിയിരിക്കുകയാണ്. ഈ സമരത്തിൽ ഇന്ന് പങ്കെടുക്കുന്ന BJP-ക്കാർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഈ സമരത്തിലുണ്ട്. കാരണം എന്താണ്? തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു നഗരസഭ, ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു മന്ത്രി ആ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാസ്റ്റർ പ്ലാനിൽ ആവശ്യമായ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്തുകൊണ്ട് പുതിയൊരു മാസ്റ്റർ പ്ലാൻ ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ആലോചിച്ചുകൊണ്ട് ഇവിടുത്തെ നിരവധി എഞ്ചിനീയർമാരുമായി ആലോചിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന മുഴുവൻ ജനവിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ പുനഃക്രമീകരിക്കാൻ വേണ്ടി നടപടി സർക്കാർ സ്വീകരിക്കണം. ചെങ്ങന്നൂരിന്റെ നഗരത്തിലെ വികസനം നടക്കണം. പക്ഷേ വികസനം നടക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു വികസനമല്ല നടക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി ഈ മാസ്റ്റർ പ്ലാനിൽ പുനഃപരിശോധന നടത്തുവാൻ വേണ്ടി നഗരസഭയും സർക്കാരും തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് BJP മുന്നോട്ട് പോകും. നഗരസഭാ ചെയർപേഴ്സണെ വഴിയിൽ തടയുന്ന സ്ഥിതിയിലേക്ക് BJP മുന്നോട്ട് സമരത്തിനിറങ്ങും. അതുകൊണ്ട് ജനങ്ങൾക്കൊപ്പമാണ് BJP ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അടിയന്തരമായി സർക്കാർ അതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ MP ഗോകുമാർ അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെങ്ങന്നൂർ മണ്ഡലം
കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രമോദ് കാരക്കാട്, പാർട്ടിയുടെ ദക്ഷിണ മേഖലാ സെക്രട്ടറി പ്രിയപ്പെട്ട ബി കൃഷ്ണകുമാർ, പാർട്ടിയുടെ ജില്ലാ ഖജാൻജി പ്രിയപ്പെട്ട കെ ജി കർത്ത, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഗീത അവർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീമതി കലാ രമേശ്, പാർട്ടിയുടെ നിയോജകമണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള പ്രിയപ്പെട്ട അജിയാർ നായർ, പാർട്ടി നിയോജകമണ്ഡലം ഭാരവാഹികൾ, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാർ, ബഹുമാനിയായിട്ടുള്ള സഹപ്രവർത്തകന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെപ്പറ്റി സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ, 100 രൂപ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവൻ പോലും നൽകാൻ മടിയില്ലാത്ത അധികാരികളാണ് ചെങ്ങന്നൂരിനെ പ്രതിനിധിക്കുന്നത്. അത് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കോൺഗ്രസുകാരനായാലും ചെങ്ങന്നൂരിലെ മന്ത്രിയാണെങ്കിലും എല്ലാവരും 100 രൂപ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ജനങ്ങളെ ജീവൻ നൽകാൻ പോലും മടിയില്ലാത്തവരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ മാസ്റ്റർ പ്ലാന്റെ പേരിൽ നടക്കുന്ന നീതികേട്. ഒരു വിഭാഗം ജനങ്ങളെ ഒരു പ്രദേശത്തു നിന്നും ഒഴിപ്പിക്കാൻ ആസൂത്രിതമായി കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് ഈ മാസ്റ്റർ പ്ലാൻ. എന്നിട്ട് പറയുകയാണ്, ഇതുമായി ബന്ധമില്ലാത്ത ഈ കേരളത്തിൽ ഭരണത്തിന്റെ ഒരു സ്വാധീനവുമില്ലാത്ത, ഇതുവരെ ഒരു സ്വാധീനമില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിയെ കുറ്റം പറയാൻ അവസരം ഉപയോഗിക്കുകയാണ് കോൺഗ്രസുകാരനും CPM-കാരനും. എന്തൊരു നാണക്കേടാണ്, എന്തൊരു നാണക്കേടാണ്! ഈ രണ്ട് മുന്നണികളും, CPM-കാരും കോൺഗ്രസുകാരും ആസൂത്രിതമായി ഈ നാട്ടിലെ ജനങ്ങളെ കൊലക്ക് വയ്ക്കാൻ വേണ്ടി ആസൂത്രിതമായി ചെയ്യുന്ന ഒരു പദ്ധതി ഈ മാസ്റ്റർ പ്ലാൻ എന്തിന്റെ പേരില്ല? കഥ പോലെയാണ്. ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് അവര് മനസ്സിൽ തോന്നുന്ന വിഡ്ഢിത്തരങ്ങളെല്ലാം ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവര് പറയുന്നത് ചെങ്ങന്നൂരിലെ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ട് പാർക്കിംഗ് കേന്ദ്രമായിട്ടാണ് ഈ മാസ്റ്റർ പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. ബിസിനസ് ഇന്ത്യ സ്വകാര്യ ഭൂമിയാണ്. അങ്ങനെ ആരുടെയൊക്കെ ഭൂമി പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് ചെങ്ങന്നൂരിൽ കാണിക്കും? വഴിക്കൊക്കെ 25 മീറ്റർ 15 മീറ്റർ വീതിയാണ്. നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസുകാരനും ഇവരുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരും ഒക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കുമോ? ചെയ്തു കൊടുക്കേണ്ട പ്രശ്നമില്ല. സാധാരണക്കാരന് ചെങ്ങന്നൂരിൽ ജീവിക്കാൻ കഴിയുന്നില്ല. ചില പ്രദേശങ്ങളെ ആസൂത്രിതമായി ഈ മാസ്റ്റർ പ്ലാനിന്റെ പേരിൽ അത് ഡേഞ്ചർ സോണായി ചിത്രീകരിക്കുകയാണ്. അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ വീട് പണിയണമെങ്കിൽ കുട്ടനാട് പോലെ പണിയണം. കുട്ടനാട്ടിൽ പോലും ഈ നിയമമില്ല. കുട്ടനാട്ടിൽ പോലും ഈ നിയമമില്ല. ഈ ആലപ്പുഴ ജില്ലയിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അത്യന്തം ഭീകരമായ സാഹചര്യമുള്ള ഈ കുട്ടനാടിൽ ഭൂമി പ്രദേശം കടലിന് താഴെയുള്ള ആ പ്രദേശത്ത് പോലും ഈ സാഹചര്യമില്ലാത്ത ഈ ആലപ്പുഴയിലെ ചെങ്ങന്നൂരിലെ ഇതുണ്ടായി. വളരെ ഗൗരവമായി അന്വേഷിക്കണം. വളരെ ഗൗരവമായി അന്വേഷിക്കണം. ഇപ്പൊ BJPക്ക് കൂടുതലാകാൻ ശ്രമിക്കുകയാണ്. BJP ആണ് ഇതെല്ലാം ഉത്തരവാദി എന്നാണ് CPM-കാരും കോൺഗ്രസുകാരും ഒരേ വാഗോട്ട് പറയുന്നത്. എന്റെ സഹോദര, ഈ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകൾ ആര് ചേർന്നാണ് ഭരിക്കുന്നത്? നിങ്ങൾ ഈ CPM-കാരെന്ന് പറയുന്ന കൗൺസിലർമാർ ഇവിടെ കോൺഗ്രസുകാർ കോശാന്ന് പാടുകയല്ലേ? BJP എന്തിനു വേണ്ടി നിൽക്കുമ്പോ കോൺഗ്രസുകാരന് വേണ്ടി ഏറ്റവും ശക്തമായി ഇവിടെ സംസാരിക്കുന്നത് CPM-കാരനാണ്. ചെങ്ങന്നൂർ നഗരസഭയിൽ പാലക്കാട്ടിൽ ആരെ ചേർന്നാ ഭരിക്കുന്നത്? പാലക്കാട് പഞ്ചായത്തിൽ ആരൊക്കെ ചേർന്നാ ഭരിക്കുന്നത്? നിങ്ങളിപ്പോ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെപ്പിച്ചിട്ട് കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാവിന്റെ ഭാര്യയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചില്ലേ? നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്രശ്നമാണ്, CPM-ൽ പ്രശ്നമാണ്, അത് നടക്കുന്നില്ല. തിരുവനന്തപുരം ആര് ചേർന്നാ ഭരിക്കുന്നത്? ചെന്നിത്തലയിൽ ആരൊക്കെ ചേർന്നാ ഭരിക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്നിട്ട് BJP-യെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണ്. BJP ആണ് ചെങ്ങന്നൂരിലെ പ്രതിപക്ഷം. നഗരസഭയിൽ മാത്രമല്ല, ചെങ്ങന്നൂരിലെ മുഴുവൻ പ്രതിപക്ഷവും BJP ആണ്. നിങ്ങൾക്കെന്തായി? കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് എല്ലാം നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാം അമ്മനും തൊമ്മനും ചേർന്ന് തീരുമാനിക്കുകയാണ്. രണ്ടുപേരും കൂടി വിക്രമാദിത്യനും വേതാളം കൂടി ചേർന്ന് തീരുമാനിച്ച് എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് പോയി. ആ കാലം നഷ്ടപ്പെട്ടിരിക്കുന്നു. CPM-ന്റെ അടിസ്ഥാന വിഭാഗം
ആ മുന്നണിയോട് CPM എന്ന പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോട് അടുക്കുന്നു, അവർ ചേരുകയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ കളമറിക്കാൻ തുടങ്ങിയാൽ ഈ വയലിൽ ഒരു നെല്ലും ഉണ്ടാകില്ല, എല്ലാം കളയായിരിക്കും. നിങ്ങൾ പറിക്കുന്നതെല്ലാം നെല്ലായിരിക്കും സുഹൃത്തെ. നിങ്ങൾ പറിക്കാൻ പോകുന്നവരെല്ലാം നെല്ലായിരിക്കും. നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ നടന്നിട്ടുള്ള BJP യോഗങ്ങളിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്ത യോഗങ്ങളിൽ CPM-ന്റെ അണികൾ കൂട്ടത്തോടെ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ്. അതിൽ നിങ്ങളിപ്പോ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരാണ് എല്ലാ ആരോപണവും. ഇവിടെ എന്താണ് കൗൺസിലർമാർ, BJP കൗൺസിലർമാർ ശക്തമായി വാദിച്ചില്ലേ? ഈ വിഷയത്തെപ്പറ്റി സൂചിപ്പിച്ചപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വളരെ രഹസ്യമായി 400 കോടി രൂപയുടെ പദ്ധതി വരുന്നു. നിങ്ങൾ അതുകൊണ്ട് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കള്ളന്മാരായ ചില ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ഭരണാധികാരികളും ചേർന്ന് നടത്തിയ നാടകത്തിന്റെ ഫലമായി ഈ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്തേക്ക് പോയി. ഈ തിരുവനന്തപുരത്തിരിക്കുന്ന നേതാക്കന്മാർ, ഈ മന്ത്രിയും MLA ഒന്നും ഇതൊന്നും കാണാറില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ നാടിനെ നിങ്ങൾ പ്രതികരിക്കുന്നത്? ഇങ്ങനെ ഒരു തെറ്റായ മാസ്റ്റർ പ്ലാൻ കോൺഗ്രസുകാരൻ അയച്ചു കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ട് CPM മന്ത്രിയും MLA-യും അത് ഇതിനെപ്പറ്റി പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്നിട്ട് പറയുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ? എന്തൊരു നാണക്കേടാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇവിടേക്ക് കോടിക്കണക്കിന് രൂപയുടെ അമൃത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പണം തരാൻ തയ്യാറാണ്. ഒരു പദ്ധതി പോലും സമർപ്പിക്കാൻ ഈ നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസുകാരൻ തയ്യാറാവുന്നില്ല. ഈ നാടിന്റെ വികസനത്തിൽ, ചെങ്ങന്നൂരിന്റെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന്, നമുക്കറിയാം റെയിൽവേ സ്റ്റേഷന്റെ വികസനം അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും ഉദാരമായ സമീപനമാണ് നമ്മുടെ നാടിനോട് സ്വീകരിക്കുന്നത്. ഇവിടെ ഈ നാടിന്റെ ചെങ്ങന്നൂർ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി അമൃത പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. ചെങ്ങന്നൂർ നഗരസഭയ്ക്ക് ഒന്നും ആവശ്യമില്ല. എന്നിട്ട് പറയുന്ന BJP-ക്കാരും കൊടുക്കുന്നില്ല. നിങ്ങളുടെ പദ്ധതി ആസൂത്രണം ചെയ്തിപ്പോ KSCB-യുടെ മീറ്ററിന്റെ പ്രശ്നമുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചപ്പോ എത്ര മനോഹരമായ സംവിധാനമാണ് ഏർപ്പെടുത്തി കൊടുത്തത്. നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുകയാണ്. കാര്യങ്ങൾ നടക്കണം എന്ന നിലപാട്, നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കണം, ജനങ്ങൾക്ക് ഗുണകരമായ സാഹചര്യം ഉണ്ടാകണം എന്നതല്ലേ സമീപനം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഭാഗം ജനങ്ങളെ, പാവങ്ങളായിട്ടുള്ളവരെ, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അവർക്ക് വീട് പണിയാൻ കഴിയാത്ത സാഹചര്യം, ശൗചാലയം പണിയാൻ കഴിയാത്ത സാഹചര്യം, അവരുടെ ഭൂമിയും വീടും കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട് കടന്നു പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം. നിങ്ങളിപ്പോ ഈ സമരം കണ്ടിതുകൊണ്ട് BJP അങ്ങ് സമാധാനപ്പെടുമെന്ന് കരുതണ്ട. BJP വിഷയത്തിൽ ആദ്യമായി വല്ലതും പ്രദേശത്തു നിന്നും BJP-യുടെ കർമ്മധീരന്മാരായ പ്രവർത്തകരാണ് ഈ സമരം ആരംഭിച്ചതെങ്കിൽ ഈ നാടിനെ രക്ഷിക്കാൻ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. യാതൊരു സംശയം വേണ്ട. ഈ മാസ്റ്റർ പ്ലാൻ ആരംഭിക്കണം ഒഴിക്കുന്നവരെ BJP ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും. ഞങ്ങൾ വെറുതെ ഇരിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളിപ്പോ CPI-യുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ, ലോക്കൽ സെക്രട്ടറിയെ ലിഫ്റ്റിനകത്തിട്ട് പൂട്ടുന്ന പാർട്ടിയല്ലേ? CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി, കഴിഞ്ഞ ലോക്കൽ സെക്രട്ടറി, CPI-യുടെ ലോക്കൽ സെക്രട്ടറിയാണ് തിരുവനന്തപുരത്ത് 48 മണിക്കൂർ ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയത്. നമ്മൾ അറിഞ്ഞില്ലേ? എന്താ കാര്യം? CPM-ന്റെ നേതാക്കന്മാരെ, ബ്രാഞ്ച് സെക്രട്ടറിമാരെ, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളൊക്കെ അവിടെ ജോലിക്കെടുത്ത് വെച്ചു ലിഫ്റ്റ് ഓപ്പറേറ്റർമാരായി. ഒരു ലിഫ്റ്റിന്റെ പരിചരണത്തിന് വേണ്ടി 3 ജീവനക്കാർ ആ മെഡിക്കൽ കോളേജിലുണ്ട്. എന്നിട്ടാണ് CPI-യുടെ ലോക്കൽ സെക്രട്ടറി 48 മണിക്കൂർ അവിടെ കിടന്നത്. ജോലിയുടെ അതിദാരുണമായ കൊലപാതകമാണ്. നഗരസഭയുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറുടെ കൊലപാതകം എന്ന് പറയാം. അവരെ പ്രതിയാക്കേണ്ട കൊലപാതകമാണ്. അഴുക്കുചാലിൽ ജീവൻ നഷ്ടപ്പെട്ടു. എന്താണ് കേരളത്തിന്റെ സാഹചര്യം? കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വിഹരിക്കാൻ കഴിയുന്ന, അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം അകപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭം BJP സംഘടിപ്പിക്കും. ഈ ചെങ്ങന്നൂരിലെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മാസ്റ്റർ പ്ലാൻ റദ്ദ് ചെയ്തുകൊണ്ട്, ഈ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ എന്ത് വില കൊടുത്തും അത് എതിർക്കാൻ ഉപരോധ സമരത്തെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി പാർട്ടിയുടെ ബഹുമാനമായിട്ടുള്ള ദക്ഷിണമേഖല സെക്രട്ടറി B. കൃഷ്ണകുമാർ അവരുടെ ക്ഷണിച്ചു വരുന്നു. ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരിക്കാർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത
പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് എൻ.ഡി. ഗോകുമാർ, പാർട്ടിയുടെ ജില്ലാ ട്രഷറർ കെ.ജി. കർത്ത, മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് കല, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അജിയാർമായടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികൾ, ഒരു ജനകീയ സമരം ഈ നാറുന്ന നഗരസഭയുടെ മുന്നിൽ നടത്തേണ്ടത് വന്നതിൽ BJP മാറുകയാണ്. ഈ നഗരസഭ എന്ന് പറയുന്നത് പല പ്രാവശ്യം നമ്മളിവിടെ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇവിടുത്തെ മുദ്രാവാക്യത്തിൽ പറയുന്നത് കേട്ടത് ഒരു കാര്യമുണ്ട്: നാണമില്ലാത്തവന്റെ പുറകിൽ കളിക്കുന്ന ആര് പോലും തണലായി കൊണ്ട് നടക്കുന്ന കുറെ ഭരണാധികാരികളാണ് ഈ നാറുന്ന നഗരസഭയിൽ ഇരിക്കുന്നതെന്ന് പറയുവാൻ BJPക്ക് ഒട്ടും മടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ജനകീയമായ ഈ സമരം, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ പ്ലാനാണ്. ആ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനം എന്താണെന്നും ഇവിടുത്തെ മുദ്രാവാക്യത്തിൽ ചോദിച്ചു. ഇവിടുത്തെ മണ്ഡലത്തിന്റെ സെക്രട്ടറി മഹേഷ് വിളിച്ച മുദ്രാവാക്യത്തിൽ പറയൂ നഗരസഭയെ, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? മഹേഷ് അറിയത്തില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം ഇവരുടെ അടിസ്ഥാനം എന്താണെന്ന്. ഈ നഗരസഭയ്ക്ക് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? കോൺഗ്രസ്സുകാരെ 10-13 പേര് ജയിക്കും, അതിൽ കുറച്ചു പേരുണ്ടാവും. ഇവർക്കെല്ലാം ഓരോ നേതാക്കന്മാരുണ്ട്. ഓരോ വർഷവും ഓരോ ചെയർപേഴ്സണെ ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ മാസ്റ്റർ പ്ലാൻ മാത്രമാണ് ഈ നാളുന്ന നഗരസഭയ്ക്കുള്ളത് എന്ന് പറയുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറുകയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പോഴാരാണ് ചെയർപേഴ്സൺ അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾ വിളിച്ചു, മലോ നഗരസഭയാണോ? അതെ. ഇപ്പോൾ ആരാണ് നിങ്ങളുടെ നഗര ചെയർപേഴ്സൺ? അത് ഇന്നാരാണ്. 6 മാസം കഴിയുമ്പോൾ അടുത്താളാണ്. ഇവിടെ ആദ്യം കുറച്ചുപേര് കൊടുക്കുന്നില്ല ആൾക്കാർ, കുറച്ചുപേര് രമേശ് ചെന്നിത്തല ആൾക്കാർ, കുറച്ചുപേര് വിഷ്ണുനാഥന്റെ ആൾക്കാർ, കുറച്ചുപേര് മറ്റു ആൾക്കാരുടെ ആൾക്കാർ, ഇവരെല്ലാം ആദ്യത്തെ പാർലമെന്ററി പാർട്ടി യോഗം കൂടുമ്പോൾ വെക്കുന്നത് എനിക്കെത്ര നിനക്കെത്ര. ഈ നഗരസഭയ്ക്ക് അടിസ്ഥാനപരമായ ഒരു വികസനം മുന്നോട്ട് വെക്കുവാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശബരിമല തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വർഷവും. ഈ ശബരിമലയുടെ പ്രധാന കവാടമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വിവിധ സഹായങ്ങൾ ചെയ്യുമ്പോൾ ഈ നഗരസഭ എന്താണ് ചെയ്യുന്നത്? ഈ നഗരസഭയ്ക്ക് അതിന് കിട്ടുന്ന ഫണ്ട് പോലും മാറ്റി ചെലവഴിക്കുകയാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മേടിച്ച ഒരു ട്രാക്ടറുണ്ട്. ഇന്ന ട്രാക്ടറുണ്ടോ? ഏതൊരു കൗൺസിലർമാർ പറയും. ഇവിടുത്തെ ഇതിന് മേടിച്ച പദ്ധതിക്ക് മേടിച്ച ട്രാക്ടർ ഇന്ന് നിലവിലുണ്ടോ? ഏത് കാര്യത്തിലാണ് ഇവർ ശബരിമല തീർത്ഥാടനത്തിനെ പോലെ മറ്റുമടിക്കുന്ന നഗരസഭയാണ്? പാവപ്പെട്ട തൊഴിലാളികളെ, കരാറടിസ്ഥാനത്തിലെടുത്ത തൊഴിലാളികളെ കൊണ്ട് ശൗചാലയം വരെ ക്ലീൻ ചെയ്തിട്ട് ഇന്നും 2-3 വർഷമായിട്ട് 3-4 സ്ഥലത്ത് ഞങ്ങളെ പറഞ്ഞു തോൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ നഗരസഭയിൽ ഈ ജനങ്ങൾക്ക് ഈ ദുസ്ഥിതി നേരിടേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലായിരുന്നെങ്കിൽ ഈ നഗരസഭയുടെ ഭരണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കൈയാളുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടെന്നാണ് ഇടതുപക്ഷത്തിന് പറ്റിയത്. ഇടതുപക്ഷത്തിന്റെ ആരെയും ജയിപ്പിക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ പ്രിയപ്പെട്ട മന്ത്രി ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭയെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ പ്രവർത്തകർ അതിന് പിറകിൽ നിന്ന് കുത്തിയത് കൊണ്ട്, പിറകിൽ നിന്ന് വലിച്ചത് കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട പല സഖാക്കന്മാരും തോറ്റുപോയി. അതുകൊണ്ട് ആ തോൽവി BJPയുടെ ആൾക്കാരെ തോൽപ്പിക്കുന്നതിലേക്കാണ് ഇരു മുന്നണികളും കടന്നു വന്നത്. പ്രിയപ്പെട്ടവര്, കള്ളന് കഞ്ഞി വെക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഇടതുപക്ഷം സമീപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ വികസനത്തിനു വേണ്ടി ഇവിടുത്തെ MLA ആയിരുന്ന മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാൻ മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് നഗരസഭയിലെ വികസനത്തിന് വേണ്ടി മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ കഴിയുന്നില്ല? അതാണ് മുമ്പ് ഉദ്ഘാടകൻ സൂചിപ്പിച്ച ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഇരട്ടത്താപ്പ്. ഇവർ തമ്മിൽ രാവിന്റെ പുറകിൽ ഒന്നാകുന്ന നിലപാട്, ആ നിലപാടാണ് ഈ നഗരസഭയെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, ഇന്ന് ഈ കേരളത്തിൽ ആകമാനം മാറ്റം വരുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സെക്രട്ടറി ഉണ്ട്, മിസ്റ്റർ ഗോവിന്ദൻ പറയുന്നത് എല്ലാ സമുദായത്തിന്റെയും തലയിലേക്ക് കയറിയാണ്. അദ്ദേഹത്തിന് രാവിലെ എണീക്കുമ്പോൾ SNDP ഇഷ്ടമല്ല, വൈകുന്നേരം അദ്ദേഹത്തിന് NSS
ഇഷ്ടമല്ല, രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് KPMS ഇഷ്ടമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഞങ്ങൾ കേരളമാണ്, ഇവിടെ താമര വിരിയില്ല എന്ന് ന്യായിക്ക് രാമായണം വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷക്കാരനും മറുപക്ഷക്കാരനും അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഈ കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാതിരുന്നിട്ടും MP യെ ജയിപ്പിച്ചെടുക്കുവാനും ഏതാണ്ട് 12ഓളം നിയമസഭയിൽ 1ാം സ്ഥാനത്തെത്തുവാനും ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞ പോലെ കളയല്ല പറിക്കേണ്ടത്. ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറിച്ചു മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും ഇടതുപക്ഷം മാറിയിരിക്കുകയാണ്. അവിടേക്ക് കടന്നു വരുന്നത് ദേശീയതയുടെ ചിഹ്നമായ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഭാരതീയ ജനതാ പാർട്ടി കടന്നു വരുന്നത് കൊണ്ടാണ്. അല്ലാതെ കളപറിക്കാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. മിസ്റ്റർ ഗോവിന്ദ, നിങ്ങള് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ അഴുക്കുചാലിൽ വീണതാണ് ഇന്നിവിടെ ഏറ്റവും കൂടുതൽ സംസാരം. ഇന്ന് കേരളമാകമാനം ചർച്ച ചെയ്യുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു അഴുക്കുചാലിൽ ഒരു മനുഷ്യൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ മനുഷ്യൻ അകപ്പെട്ടിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞാണ് കണ്ടെടുത്തത്? 48 മണിക്കൂറിന് ശേഷമാണ് ഒരാളെ തോട്ടിൽ നിന്നും, കടലിലല്ല പോയത്, കായലിലല്ല പോയത്, നദിയിലല്ല, ഏകദേശത്തില് വളരെ ദൂരം കുറവുള്ള ഒരു കനാലിൽ പോയിട്ട് പോലും അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെടുക്കുവാൻ 48 മണിക്കൂർ വേണ്ടി വന്നു. കപ്പിത്താനും ക്യാപ്റ്റനും ഇതിന്റെ എല്ലാത്തിന്റെയും ഉടമയായ ഈ കേരളത്തിനെ സമസ്ത സുന്ദരമാക്കി മാറ്റുന്ന കപ്പിത്താൻ നേതൃത്വം കൊടുക്കേണ്ട കേരളത്തിൽ ഒരു നേവിയുടെ ആൾക്കാർ വന്നതിന് ശേഷം കപ്പൽ തുടങ്ങിയപ്പോഴാണ് തൊഴിലുറപ്പ് ആൾക്കാരാണ് പറയുന്നത് 100 മീറ്റർ അപ്പുറത്ത് ദേ കിടക്കുന്നു ഉപയോഗം മൃതദേഹമെന്ന്. ഒന്നാലോചിച്ച് നോക്കി എത്രയോ അകപ്പതിച്ച ഒരു കേരളത്തിന്റെ സംവിധാനം. സാമ്പത്തിക രംഗത്തിന് തീർത്തും തകർന്ന തരിപ്പണമായ ഈ ഭരണകൂടം. അവിടെ ആ സംഭവം ഉണ്ടായപ്പോൾ എന്താണ് മേയർ ഊട്ടി പറഞ്ഞത്? ഗ്ലിസറിനില്ലാതെ കരയുന്ന, ആ കരയുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഒരു ലേഡി ചിരിക്കുകയാണ്. കൊള്ളാം, അഭിനയം കൊള്ളാം. ഇവിടെ മേയർ ഊട്ടി കരയുന്നു, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി ചിരിക്കുന്നു. ഇതാണ് ഈ കേരളത്തിന്റെ അവസ്ഥ. എന്നിട്ട് എന്താണ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്? ഇവിടുത്തെ മന്ത്രിമാർ എന്താണ് പറയുന്നത്? ഈ ദുസ്ഥിതിക്ക് കാരണം ജോലിയുടെ കൊലപാതക അപകട മരണത്തിന് കാരണം റെയിൽവേ ആണെന്ന്. പ്രിയപ്പെട്ടവരെ, 100 മീറ്റർ പോലും ഇല്ല, 75 മീറ്ററോളം റെയിൽവേ പാളത്തിന്റെ അടിയിൽ കൂടി മാത്രം കടന്നു പോകുന്ന ആ ഒരു ചാലിനെ സംബന്ധിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. അങ്ങനെയാണ് ഇവിടുത്തെ റോഡ്, KSTP എടുത്ത റോഡ്, ഈ റോഡില് ചെങ്ങന്നൂരിലെ ഓടകൾ നിറഞ്ഞാൽ ആരാണ് ക്ലീൻ ചെയ്യുന്നത്? നഗരസഭയല്ലേ? KSTP ആണോ? അപ്പൊ ഇത്ര നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തി ഏതിനും എന്തിനും BJPയെ കുറ്റപ്പെടുത്തുക. ഈ മാസ്റ്റർ പ്ലാനില് ഒരിടപെടൽ പോലും, ഒരു കാര്യത്തിൽ പോലും ബന്ധമില്ലാത്ത BJPയെ കുറ്റപ്പെടുത്തുവാൻ തയ്യാറായെന്ന് പറഞ്ഞാൽ ഇവരുടെ പൊയ്മുഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കേരളത്തിൽ BJPയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യം മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം ജീവിതത്തിന് ജനങ്ങൾക്ക് ദുരിതമേറുന്ന ഇത്തരം മാസ്റ്റർ പ്ലാനുകൾ, ഇവിടെ ഈ മാസ്റ്റർ പ്ലാനിന്റെ ഒരു വലിയ രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പൊട്ടന്മാരെ ആരാണ്ടാണ് ഇത് നോക്കാൻ വിട്ടതെന്നു. അത് ഇവരുടെ അടിസ്ഥാനം എന്താണ് എന്ന് മുമ്പ് ചോദിച്ച പോലെ ഞാനും ആലോചിക്കുകയാണ്. ഇപ്പുറത്തിരിക്കുന്ന ദിവാകരൻ പെട്ടു, തൊട്ടപ്പുറത്ത് ജാനകി പെടുന്നില്ല, അതിന്റെ അപ്പുറത്ത് കൗൺസിലർ പേര് അതിലും താണിരിക്കുന്നു, അത് പെടുന്നില്ല. അത് ഇവർക്ക് വേണ്ടപ്പെട്ട സഖാക്കന്മാരുടെയും കോൺഗ്രസുകാരുടെയും ഒക്കെ ആൾക്കാരെ ഒഴിവാക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു കുഴിയെടുക്കാൻ പോലും, ഒരു കക്കൂസ് വെക്കാൻ പോലും, ഒരു കുളിമുറി വെക്കാൻ പോലും, ഒരു മതില് കെട്ടാൻ പോലും, ഒരു കട്ടയെടുത്ത് വെക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ദീർഘവീക്ഷണമില്ലാത്ത, ഒരടിസ്ഥാനമില്ലാത്ത ഇത്തരം മാസ്റ്റർ പ്ലാനുകൾ ഈ ജനങ്ങളെ നട്ടംതിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ജനങ്ങൾക്കെതിരാണ്, ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവിത നിലവാരത്തിനെതിരാണ്. ഇത്തരം പൊറോട്ട് നാടകം കളിക്കുവാൻ ഈ UDF-കാരനെയും LDF-കാരനെയും ഈ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരം ആദ്യമായി നടത്തുന്നത്. ഇവിടെ ഇന്ന് ഉപരോധ സമരമാണ്. പക്ഷേ ഇതിനകത്ത് നേതാക്കം കയറിയിട്ടുണ്ട് ആൾക്കാരല്ലേ, കുറച്ചുപേരെ കയറിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു സൂചനയായി കണ്ടാൽ മതി. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ സമരത്തിന് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ നഗരസഭാ ചെയർപേഴ്സൺ ഇനി നാളെ ആരാന്നറിയില്ല, ആ വരുന്നവരാരായാലും ശരി, ഇന്ന് പോകുന്ന
ശോഭയാണ്, ഇന്ന് ശോഭമായ ശോഭയാണ്. നാളെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നോട്ടീസ് അയച്ച് അവരെ രാജിവെപ്പിച്ച് അടുത്ത കൊടുക്കുന്നില്ല ആൾ കയറുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആരായാലും ശരി, ശോഭയായാലും ജോണായാലും ഇനി വേറെ വരുന്നത് ആരായാലും ശരി, അവരെ വഴി തടയുന്നതുൾപ്പെടെ അവരെ ആ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കാത്ത സമരം ചെയ്യുമെന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചതെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചെയ്യുവാൻ അറിയാമെന്ന് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്തരം സമര പരിപാടിയിലേക്ക് കൊണ്ടുപോകുവാൻ ഭാരതീയ ജനതാ പാർട്ടിയെ മുന്നോട്ട് വരുവാൻ തയ്യാറാകാതെ ഈ ജനങ്ങളുടെ മംഗലം പ്രദേശത്ത് അവിടെ ഒരു മരക്കാറുണ്ട്, അത് കോരിക്കൊണ്ട് പോവാം മണലുകൾ. വീണ്ടും വീണ്ടും അഗാധമായ ഒരു രീതിയിലുമില്ലാത്ത തത്വശീക്ഷയുമില്ലാത്ത ഒരു അടിസ്ഥാനപരമായ ഒരു നിർദ്ദേശവുമില്ലാതെ ഇത്തരം ഭൂമാഫിയകൾക്ക് ഈ ആറും നദിയും തോറും എഴുതിക്കൊടുക്കുന്ന നിലപാടുകൾ, ഈ നിലപാടിനെതിരെ ശക്തമായി ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ സമരമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇത് ജനങ്ങളുടെ ജനകീയ സമരത്തിന്റെ ഒരു മുഖമാണ്. അതുകൊണ്ടാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചത് ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ ഇതിനു വേണ്ടി ഈ വിഷയത്തിൽ ദുരിതം പേറുന്ന ജനങ്ങളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ആ സമരം ജനകീയ സമരമായി മാറുന്നത്. ആ ജനകീയ സമരം വരും കാലഘട്ടത്തിൽ ഇച്ചിയുടെ രൂപവും ഭാവവും ഭേദവും മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭാരതീയ ജനതാ പാർട്ടിയെ തയ്യാറെടുപ്പിക്കരുത്. അതുകൊണ്ട് ഇതിനറുതി വരുത്തുവാൻ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി വരുന്ന എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.